ഹലോ എവ്രിവൺ, നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 1 6th പാർട്ടാണ്. അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹങ്കർ, ഹാർഡ്ഷിപ്പ് ആൻഡ് പോപ്പുലർ റിവോൾട്ടും അതുപോലെ തന്നെ 1848 ദ റെവല്യൂഷൻ ഓഫ് ദ ലിബറൽസുമാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 15 എടുക്കാം. അതിൽ ഹങ്കർ, ഹാർഡ്ഷിപ്പ് ആൻഡ് പോപ്പുലർ റിവോൾട്ടാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഹങ്കർ, ഹാർഡ്ഷിപ്പ് ആൻഡ് പോപ്പുലർ റിവോൾട്ട്? ക്ഷാമം, ബുദ്ധിമുട്ടുകൾ, പിന്നെ ജനകീയ കലാപം. അതിലേക്ക് വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1830കളിൽ യൂറോപ്പിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുകയാണ്. യൂറോപ്പിൽ ഒരു സാമ്പത്തിക ക്രൈസിസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1830 എത്തിയപ്പോഴത്തേക്കും, അതായത് അല്ലെങ്കിൽ 19ാം നൂറ്റാണ്ടിൻ്റെ പകുതി എത്തിയപ്പോഴേക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ജനസംഖ്യാ വളർച്ച യൂറോപ്പിൽ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, ജനസംഖ്യ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, പിന്നെ അവർക്ക് എല്ലാവർക്കും വേണ്ട തൊഴിൽ വേണ്ടി വരും. അങ്ങനെ ജനസംഖ്യ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ക്ലിയർ? അങ്ങനെ വരുമ്പോൾ ഇൻ ദ മോസ്റ്റ് കൺട്രീസിൽ എന്ത് സംഭവിക്കുകയാണ്? ദ മോസ്റ്റ് കൺട്രീസ് there were more seekers of job than employment. തൊഴിലുള്ളവരെക്കാൾ കൂടുതൽ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. തൊഴിലന്വേഷിച്ച് നടക്കുന്നവരുടെ എണ്ണം കൂടുന്നത്. അതായത് ഒരുപാട് തൊഴിലില്ലാത്ത ആളുകളുണ്ട്. തൊഴിലില്ലാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഇൻകം ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് ആണല്ലോ. Then population from rural area migrated to the cities to live in overcrowded slums. പോപ്പുലേഷൻ എന്ത് സംഭവിക്കുന്നുണ്ട്? അവർ റൂറൽ ഏരിയയിൽ നിന്ന് ജോലി അന്വേഷിച്ചിട്ടായിരിക്കും പല കാരണങ്ങൾ കൊണ്ടും എന്ത് ചെയ്യുന്നു? സിറ്റികളിലേക്ക് പോകുന്നു. അവർ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള സ്ലംസുകളിലെ ചേരികളിൽ താമസിക്കേണ്ടി വരുന്നു. സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ഇൻ ടൗൺ വെർ ഓഫൻ ഫേസ്ഡ് വിത്ത് സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫ്രം ഇമ്പോർട്ട്സ് ഓഫ് ചീപ്പ് മെഷീൻ മെയ്ഡ് ഗുഡ്സ് ഫ്രം ഇംഗ്ലണ്ട്. നമ്മൾ പറഞ്ഞു 18ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇംഗ്ലണ്ടിൽ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട്, വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മെഷീൻ നിർമ്മിത വസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഉൽപ്പന്നങ്ങളെ എന്ത് ചെയ്യുന്നു? മെഷീൻ്റെ സഹായത്തോടെ വളരെ കുറഞ്ഞ പൈസയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇതിനെ ഇമ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കും? അത് വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. അതിനോട് കോമ്പറ്റേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് സാധാരണ ആളുകൾക്ക്, അല്ലെങ്കിൽ മെഷീൻ മെയ്ഡിനോട് മത്സരിക്കാൻ ഇപ്പോഴും ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് സാധിക്കില്ല. ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റുകൾക്ക് പ്രൈസ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനോട് കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പല കർഷകർക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? നഷ്ടം സംഭവിക്കുന്നു. ചെറുകിട ഉൽപ്പാദകർക്ക് ഇംഗ്ലണ്ടിൽ നിന്നുള്ള മെഷീൻ നിർമ്മിത ഉൽപ്പന്നങ്ങളുമായി മത്സരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് വസ്ത്രവ്യാപാരം. അത് വസ്ത്രവ്യാപാരത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. കാരണം അത് ചെറിയ വർക്ക്ഷോപ്പുകളിലും വീടുകളിലുമായിരുന്നു നടന്നിരുന്നത്. ക്ലിയർ ആണല്ലോ? എന്നാൽ അതേ സമയത്ത് തന്നെ അരിസ്റ്റോക്രസി അവരുടെ പവർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കൃഷിക്കാർ, പെസൻസ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് ഫ്യൂഡൽ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പലപ്പോഴും എന്ത് സംഭവിച്ചു? കടബാധ്യതകൾ വരുന്നു കർഷകർക്ക്. ഇനി ആ സമയത്ത് തന്നെ ഫുഡിൻ്റെ പ്രൈസ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ദ റൈസ് ഓഫ് ഫുഡ് പ്രൈസ് ഫോർ എ ഇയർ ബാഡ് ഹാർവസ്റ്റ് ലീഡ് ടു വൈഡ് സ്പ്രെഡ് പേപ്പറിസം ഇൻ ടൗൺ ആൻഡ് കൺട്രി. ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നയിച്ചു. ആഹാരവില ഉയർന്നത്, മോശം വിളവ് തുടങ്ങിയ കാരണങ്ങളാൽ പട്ടിണിയും ദാരിദ്ര്യവും വ്യാപിച്ചു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ 1848 പാരീസിൽ ഭക്ഷണക്കുറവ്, തൊഴിലില്ലായ്മയൊക്കെ കാരണം ജനക്കൂട്ടം തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറഞ്ഞിരുന്നു മുന്നേ ലൂയിസ് ഫിലിപ്പി എന്ന് പറയുന്ന ഒരാളെ അധികാരത്തിൽ വന്നിരുന്നു. ആ ലൂയിസ് ഫിലിപ്പിക്ക് രാജിവെക്കേണ്ടി വരുന്നു. അദ്ദേഹത്തിന് പോകേണ്ടതായിട്ട് വരികയാണ്. ഇനി എന്താണ് സംഭവിക്കുന്നത്? നാഷണൽ അസംബ്ലി രൂപീകരിക്കുന്ന പ്രൊക്ലൈംഡ് എ റിപ്പബ്ലിക്. നാഷണൽ അസംബ്ലി രാജ്യത്തെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നു. ഗ്രാൻറ്റഡ് സഫ്രേജ് ടു ഓൾ അഡൾട്ട് മെയിൽ അബവ് 21. 21 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? വോട്ടവകാശം കൊടുക്കുന്നു. പിന്നെന്ത് സംഭവിക്കുകയാണ്? നാഷണൽ വർക്ക്ഷോപ്പ് ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് വേർ സെറ്റപ്പ്. നാഷണൽ വർക്ക്ഷോപ്പുകൾ അവർ എന്ത് ചെയ്തു? കണ്ടക്ട് ചെയ്തു.
അപ്പോൾ നാഷണൽ അസംബ്ലി രാജ്യത്തെ റിപ്പബ്ലിക്കായിട്ട്, ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ഷൻ ആയിട്ട് സംഭവിക്കുന്ന കാര്യം എന്താണ്? നാഷണൽ അസംബ്ലി രാജ്യത്തെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു വോട്ട്, പിന്നെന്താ നാഷണൽ വർക്ക്ഷോപ്പ് ടു പ്രൊവൈഡ് ട്രെയിനിങ് ആളുകൾക്ക് ജോലിയുടെ ട്രെയിനിങ്ങുകൾ കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ചു. ഇത്രയാണ് നമ്മൾ ആ ഭാഗത്ത് നോക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നെയ്ത്തുകാരുടെ ഇടയിൽ ഉണ്ടായ ഒരു പ്രശ്നമാണ്. ഓക്കെ, എന്താണ് നെയ്ത്തുകാരുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം? അത് 1845 നെക്സ്റ്റ് പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. സൈലീഷ്യയിലെ നെയ്ത്തുകാരുടെ കലാപമാണത്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. 1845 വീവേഴ്സ് ഇൻ സൈലീഷ്യ ഹാഡ് ലീഡ് ടു എ റിവോൾട്ട് അഗെയിൻസ്റ്റ് കോൺട്രാക്ടേഴ്സ് ഹു സപ്ലൈഡ് ദം റോ മെറ്റീരിയൽ ആൻഡ് ഗേവ് ദം orders for finished textiles but drastically reduced their payment. The journalist William Wolf described the events in Silesian village as follows. അതായത് സൈലേഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടുതലും ഉണ്ടായിരുന്നത് ആരാണ്? നെയ്ത്ത് തൊഴിലാളികളായിരുന്നു. അപ്പോൾ ഈ നെയ്ത്ത് തൊഴിലാളികൾ എന്ത് ചെയ്തു? അവിടെ കോൺട്രാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് തുണിത്തരത്തിനായിട്ട് കരാറ് കൊടുക്കും. വീവേഴ്സിന് കൊണ്ടുവന്നിട്ട് തുണി കൊടുത്തിട്ട് അവരെന്ത് ചെയ്യും? അത് കറക്റ്റായിട്ട് നെയ്ത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഈ കോൺട്രാക്റ്റുകൾക്ക് തന്നെ കൊടുക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ സൈലീഷ്യയിലെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? തൊഴിലാളികൾ, നെയ്ത്ത് തൊഴിലാളികളായിരുന്നു. അവർക്ക് തുണിത്തരത്തിനായിട്ട് കരാറ് കൊടുക്കും. കോൺട്രാക്ടർമാരാണ് കരാറ് കൊടുക്കുന്നത്. ഇനി കരാറ് കൊടുത്ത് തുണി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കോൺട്രാക്ടർ തന്നെ വാങ്ങും. അവരുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്തു. ക്ലിയർ ആണല്ലോ? അതായത് കോൺട്രാക്റ്റുകാർ ഇവർ നെയ്ത തുണി ഫിനിഷ്ഡ് ആകുമ്പോൾ വാങ്ങുന്ന പ്രൈസ് ഭയങ്കരമായിട്ട് കുറവിൽ അവർ പേയ്മെൻറ്റ് അങ്ങ് കുറച്ചു. ഏകദേശം വില്ലേജിൽ ഒരുപാട് പേര് നെയ്ത്തിനെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. അവരുടെ ഒക്യുപ്പേഷനെ അതായിരുന്നു. അങ്ങനെ ആ നെയ്ത്തുകാരുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ദുരിതത്തിലായി. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത എക്സ്ട്രീം ലെവൽ ദുരിതത്തിലൂടെ അവർ കടന്നുപോയി. ഓക്കെ, desperate need for job, അവർ മറ്റൊരു ജോബിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. അഡ്വാൻറ്റേജ് ഓഫ് ബൈ ദി കോൺട്രാക്ടേഴ്സ് ടു റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ദേ ഓർഡർ, അവർ ഓർഡർ ചെയ്ത ഗുഡിൻ്റെ ഒക്കെ പ്രൈസ് അവർ കുറച്ചത് കൊണ്ട് അതങ്ങനെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? 1845 ജൂൺ 4 2 മണിക്ക് ഇവർ ഈ വീവേഴ്സ് എല്ലാം കൂടെ ഒരു വലിയ ആൾക്കൂട്ടമായി രൂപപ്പെട്ടിട്ട് കോൺട്രാക്ടറുകളുടെ വീടുകളിലേക്ക് പോവുകയാണ്. ഈ കോൺട്രാക്ട് എന്ന് പറയുന്ന ആളുകൾ അവർ ടൗൺഷിപ്പിലാണ് താമസിക്കുന്നത്. അവർ പാരീസിൽ താമസിക്കുകയാണ്. അവർ താമസിക്കുന്നത് ഈ പട്ടിണിപ്പാവങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പണമൊക്കെ വാങ്ങിയിട്ട് അവർ താമസിക്കുന്നത് വലിയ മാൻഷനുകളിലാണ്. മാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ കൊട്ടാരം പോലത്തെ വീടുകളിലാണ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഓൺ ദ ജൂൺ at 2 p.m. a large crowd of weavers emerged from their homes and marched in Paris up to the mansion of their contractor demanding higher wages. കൂടുതൽ വേജ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? കൂടുതൽ വേജ് ഡിമാൻഡ് ചെയ്തുകൊണ്ട് അവർ പാരീസിലേക്ക് ഈ മാൻഷനിലേക്ക് പോയി. അവിടെ എന്താണ് സംഭവിച്ചത്? they were treated with scorn and threats alternately following this. അതായത് അവരെ പരിഹസിച്ച് അപമാനിക്കുകയാണ് ഉണ്ടായത് ഈ പറയുന്ന നെയ്ത്തുകാരെ. ഫോളോയിങ് ദിസ് എ ഗ്രൂപ്പ് ഓഫ് ദം ഫോഴ്സ്ഡ് their way into the house. അതായത് ഇവർ പ്രതീക്ഷയോടെ ചെന്ന ഇവരെ അവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരെ പരിഹസിക്കുകയാണ്, അവരെ അപമാനിക്കുകയാണ് ഈ പാവങ്ങളെ, പട്ടിണി പാവങ്ങളെ. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അവർ സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. അവരെന്ത് ചെയ്തു? ഈ മാൻഷനുകൾ, ഇവരുടെ വലിയ കൊട്ടാരങ്ങൾ അവർ അടിച്ചു തകർത്തു. സ്മാഷ്ഡ് ഇറ്റ്സ് എലഗന്റ് വിൻഡോ പെയിൻസ്, ഫർണിച്ചർ, porcelain and other group broke into the storehouse and plundered it of supplies of cloth which they stored to shade. അതായത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ, ഇവരുടെ കൊട്ടാരത്തിൻ്റെ എന്താ പറയുക വിൻഡോകൾ, ഇവരുടെ സ്റ്റോർ ഹൗസുകൾ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇവരെന്ത് ചെയ്തു? അടിച്ച് തകർത്തു. ആര്? ഈ നെയ്ത്തുകാർ. ദ കോൺട്രാക്ടർ ഫ്ലഡ് വിത്ത് ഹിസ് ഫാമിലി ടു എ നെയ്ബറിംഗ് വില്ലേജ്. അവരെന്ത് ചെയ്തു? ഈ കൊട്ടാരങ്ങളിൽ, ഈ മാൻഷനിൽ താമസിച്ചിരുന്ന കോൺട്രാക്ടർമാർ തൊട്ടടുത്ത വില്ലേജുകളിലേക്ക് പോയി. ഇവരുടെ സ്വഭാവം അറിയാവുന്ന വില്ലേജുകാർ എന്ത് ചെയ്തില്ല? അവരവിടെ കയറ്റിയില്ല. അപ്പോൾ അവർ ആരുടെ സഹായം ചോദിച്ചു? മിലിറ്ററിയുടെ സഹായം ചോദിച്ചു. മിലിറ്ററിയുടെ സഹായത്തോടെ ഈ നെയ്ത്തുകാരെ അവരെന്ത് ചെയ്തു? അടിച്ചമർത്തുകയുണ്ടായി. ഓക്കെ, ദെൻ ഹി റിട്ടേൺ 24 hours later having a
requisitioned the army. In the exchange that followed, 11 weavers were shot. അവർ പട്ടാളക്കാരുടെ സഹായം അഭ്യർത്ഥിച്ചു. 24 മണിക്കൂറിനകം അവർ തിരിച്ചു വന്ന ഈ ഒരു പറയുന്ന ക്ലാഷിൽ ഈ പറയുന്ന നെയ്ത്തുകാർ ഇങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കി. അതിൽ 11 വീവേഴ്സ് നെയ്ത്തുകാരെന്ത് ചെയ്തു, വെടികൊണ്ട് മരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നാഷണൽ അസംബ്ലിയെ കുറിച്ച് നോക്കണം. പിന്നെ റെവല്യൂഷൻ അല്ല, ഈ പറയുന്ന വീവേഴ്സിൻ്റെ നെയ്ത്തുകാരുടെ പ്രക്ഷോഭത്തെക്കുറിച്ച് നോക്കണം. നെയ്ത്തുകാരുടെ കലാപം റെവല്യൂഷനെ കുറിച്ച് നോക്കണം. പിന്നെ ഹങ്കർ ഹാർഡ്ഷിപ്പിൽ എന്താണെന്നുണ്ടായത് 1848 ഉണ്ടായ ഒരു ചെറിയ വിപ്ലവം, പാരീസിൽ എല്ലാവരും നിരത്തിലിറങ്ങി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 17 ആണ്. 1848 ദ റെവല്യൂഷൻ ഓഫ് ദ ലിബറൽസ്, ലിബറലുകളുടെ റെവല്യൂഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. 1848, അതായത് സ്വാതന്ത്ര്യവാദികളുടെ വിപ്ലവം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതായത് ലിബറൽ ചിന്താഗതിയുള്ളവരുടെ വിപ്ലവം പല സ്ഥലങ്ങളിലായിട്ട് പല ഗ്രൂപ്പുകളുടെ ഇടയിൽ ഉണ്ടാവുകയാണ്. ഓക്കെ, 1848 യൂറോപ്പിലെ പല രാജ്യങ്ങളിലും വിദ്യാഭ്യാസമുള്ള മധ്യവർഗക്കാർ വിപ്ലവത്തിന് നേതൃത്വം നൽകി. അവർ ജനാധിപത്യം, ഭരണഘടനാ സ്വാതന്ത്ര്യം എന്നിവ ഡിമാൻഡ് ചെയ്തു. ഇറ്റ്സ് ക്ലിയർ? Parallel to the revolts of the poor, unemployed and starving peasants and workers in the many European countries in the year 1848, a revolution led by the educated middle classes was underway. Events of February in 1848 in France had brought about the abdication of the monarch and the republic based on a universal male suffrage had been proclaimed. ഈ പറയുന്ന പല ഗ്രൂപ്പുകളുടെ റെവല്യൂഷൻസ് കൊണ്ട് തന്നെ 1848 ആയപ്പോൾ ആർക്ക് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു? മൊണാർക്കുകൾക്ക്, അല്ലെങ്കിൽ അവരുടെ സ്ഥാനം അവർക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വന്നു. ക്ലിയർ ആണല്ലോ? അവരുടെ ആവശ്യം അംഗീകരിക്കേണ്ടി വന്നു. അവരുടെ ആവശ്യം എന്തായിരുന്നു? ജനാധിപത്യ ഭരണവും ദേശീയ ഐക്യം, ഒരു യൂണിറ്റിയും അവർക്ക് വേണമെന്നവർ ഡിമാൻഡ് ചെയ്തു. ഇനി എന്താണ്? നേഷൻ സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ ഫ്രഞ്ച് പാർലമെൻ്ററി പ്രിൻസിപ്പിൾ. അവർ ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? ഒരു നേഷൻ സ്റ്റേറ്റ് ആണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ബേസ്ഡ് ഓൺ ഫ്രഞ്ച് പാർലമെൻ്ററി പ്രിൻസിപ്പിൾസ് ഒക്കെ ആയിട്ട് അവരൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രീഡം, ഇതൊക്കെയാണ് അവർ ആവശ്യപ്പെട്ടത്. ക്ലിയർ ആണല്ലോ? ഇനി അതിനെ തുടർന്ന് എന്തൊക്കെയുണ്ടായി? സജാസ് ജർമ്മനി, ഇറ്റലി, പോളണ്ട് ആൻഡ് ആസ്ട്രോ-ഹംഗേറിയൻ ദേ ഡിമാൻഡ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂഷണലിസം. ഇവരൊക്കെ പല ഭാഗങ്ങളിൽ പല റെവല്യൂഷൻസ് പൊട്ടിപ്പുറപ്പെട്ടു. ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്തു? ഒരു നാഷണൽ യൂണിഫിക്കേഷൻ. ദേ ടുക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദി ഗ്രോവിംഗ് പോപ്പുലർ അൺട്രസ്റ്റ് ടു പുഷ് ചെയ്ത ഡിമാൻഡ് ഫോർ ദി ക്രിയേഷൻ ഓഫ് എ നേഷൻ സ്റ്റേറ്റ് ഓൺ പാർലമെൻ്ററി പ്രിൻസിപ്പിൾ. ഇവരൊക്കെ പാർലമെൻ്ററി പ്രിൻസിപ്പിളിനും സ്വാതന്ത്ര്യത്തിനും ദേശീയതയുടെ യൂണിഫിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഡിമാൻഡ് ചെയ്തിരുന്നത്. So clear? In the German regions, a large number of political associations whose members were middle class, professional, businessmen and prosperous artisans came together in the city Frankfurt and decided to vote for all the German National Assembly. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു, ഇനി നമ്മൾ ഫ്രാൻസിലെ സംഭവങ്ങളൊക്കെയാണ് നോക്കിയത്. അങ്ങനെ ഫെബ്രുവരി 1848 ഫ്രാൻസിൽ രാജാവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. നമ്മളത് പറഞ്ഞു. ജനങ്ങളുടെ സാർവജനീയ വോട്ടവകാശത്തിന്മേൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു റിപ്പബ്ലിക്ക് സ്ഥാപിച്ചു. ഇനിയിപ്പോൾ നമ്മൾ വായിച്ച ആ പോർഷനിൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ എഴുതിയിരിക്കോളൂ. ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് ഇൻ ജർമ്മനി. അതെന്നായിരുന്നു? മെയ് 1848 ആണ്. In the German regions, a large number of political associations whose members were middle class, professionals, businessmen and prosperous artisans came together in the city of Frankfurt and decided to vote for ഇത് ജർമ്മനിയിൽ 18 മെയ് 1848 അവരൊരു ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് രൂപീകരിക്കുകയാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയായിരുന്നു? മിഡിൽ ക്ലാസ്, പ്രൊഫഷണൽസ്, ബിസിനസ്മാൻ, പ്രോസ്പെറസ് ആർട്ടിസൻസ് ഒക്കെയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? 18 മെയ് 1848 അവർ എന്ത് ചെയ്യാണ്? ഒരു 831 പേരെ റെപ്രസെൻറ്റേറ്റീവായിട്ട് എലക്ട് ചെയ്തിട്ട് അവരെവിടേക്ക് മാർച്ച് ചെയ്യുകയാണ്? ചർച്ച് ഓഫ് സെൻറ്റ് പോളിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഓക്കെ, മാർച്ച് ചെയ്ത് അവരുടെ മാർച്ച് എങ്ങനെയാണെന്ന് പറയുന്നത്? ഒരു ആഹ്ലാദത്തോടെ, ഒരു ആഘോഷത്തോടെയാണ് അവർ പോകുന്നത്. ഒരു ഫെസ്റ്റീവ് മോഡിലാണ് അവർ മാർച്ച് ചെയ്ത് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോകുന്നത്. ക്ലിയർ ആണല്ലോ?
അവരെവിടേക്ക് ചെന്നു? അവർ സെൻറ്റ് പോൾസ് ചർച്ചിലാണ് കൂടിയത്. അവർ സെൻറ്റ് പോൾസ് ചർച്ചിൽ കൂടിയിട്ട് എന്ത് ചെയ്തു? അവരൊരു ജർമ്മൻ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന തയ്യാറാക്കി. ജർമ്മൻ രാഷ്ട്രത്തിൻ്റെ ഒരു ഭരണഘടന അവർ തയ്യാറാക്കി. എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് രൂപീകരിച്ചു. 18 മെയ് 1848 അതിന് അവരൊരു ആഘോഷത്തോടു കൂടി പോയി. 831 പേരെ അവർ സെലക്ട് ചെയ്തു. അതിൻ്റെ പ്രതിനിധികൾ എവിടെ കൂടി? ചർച്ച് ഓഫ് സെയിൻറ്റ് പോളിൽ ചേർന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവരൊരു ജർമ്മൻ രാഷ്ട്രത്തിന് ഭരണഘടന തയ്യാറാക്കി. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്? അവർ രാജാവായിട്ടുള്ള ഫ്രെഡറിക് വിൽഹീം നാലാമത്തെ അല്ലേ, ഫ്രെഡറിക് വിൽഹീം ഫോർത്ത് കിങ്ങിനെ അവരെന്ത് ചെയ്യാണ്? പ്രഷ്യയിലെ കിങ്ങാണ് അദ്ദേഹം ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കിരീട വാഗ്ദാനം ചെയ്തുകൊണ്ട് ക്ഷണിച്ചു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? ആ കിരീടം അദ്ദേഹം നിരസിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ദെൻ വെൻ ദി ഡിസ്പ്യൂട്ട് ഓഫേഴ്സ്, ഈ പറയുന്ന ആളുകൾ പാർലമെൻറ്റ് അവർ മൊണാർക്കി ഭരണഘടനയൊക്കെ നിർമ്മിച്ചു. ഇനി ഇതിൻ്റെ ഒരു അധികാരത്തിലിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അവർ ആ ക്രൗൺ ഓഫർ ചെയ്യുന്ന ആർക്കാണ്? പ്രഷ്യയിലെ രാജാവായിട്ടുള്ള ഫ്രെഡറിക് വിൽഹീമിനാണ്. പക്ഷെ അദ്ദേഹം നിരസിച്ചു അത്. ബിക്കോസ് ഓഫ് ജോയിൻറ്റ് അതർ മൊണാർക്സ് ടു ഒപ്പോസ് ദി എലക്റ്റഡ് അസംബ്ലി. എല്ലാ മൊണാർക്കുകളും ഒരു എലക്റ്റഡ് അസംബ്ലി അവർ എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. While the opposition of the aristocracy, the military become stronger. മിലിറ്ററിനെ ബിക്കം ഒരു സ്ട്രോങ് ആക്കി. The social basis of parliament eroded. പാർലമെന്റിനെ അവർ എന്ത് ചെയ്തു? വേണ്ട എന്ന് വെക്കുന്ന ഒരു സഭയാണ്. അവസാനം അധികാരികൾ എന്ത് ചെയ്യുകയാണ്? ഈ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ സഭ പിരിച്ചുവിട്ടു. ക്ലിയർ? ഇവരുണ്ടാക്കിയ ഈ സഭ അല്ലെങ്കിൽ ഈ ഒരു പാർലമെന്റിനെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ പിരിച്ചുവിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. Then demand for workers and artisans constantly lost their support in the end of troops were. അതായത് ഈ പറയുന്ന പാർലമെന്റിലേക്ക് അവരുടെ സപ്പോർട്ടൊക്കെ കുറഞ്ഞു. അവസാനം ഇതിനെ ഡിസ്ബാൻഡ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കാൻ പോകുന്നത് അന്നത്തെ അല്ല, ഇതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. അന്നത്തെ ഒരു സോഷ്യൽ സെറ്റപ്പിൽ ചർച്ച് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സെൻറ്റർ ആയിരുന്നു. ചർച്ച് ഈസ് ദ മെയിൻ സോഷ്യൽ സെൻറ്റർ. ഏത് 18-19 നൂറ്റാണ്ടുകളിൽ ചർച്ച് ഒരു സോഷ്യൽ സെൻറ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് ഇവർ ചർച്ചിൽ കൂടിയത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വുമണിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ്, സ്ത്രീകളുടെ ഇൻവോൾവ്മെൻറ്റ് ഇൻ 1848 റവല്യൂഷനിൽ. ഓക്കെ, എന്താണ് സ്ത്രീകളുടെ സ്ഥാനം? സ്ത്രീകൾ ഈ പറയുന്ന യുദ്ധത്തിലൊക്കെ നല്ലോണം പങ്കുവഹിച്ചിട്ടുണ്ട്. സ്ത്രീകൾ വലിയ പങ്ക് വഹിച്ചു. അവർ പ്രകടനങ്ങളിൽ പങ്കെടുത്തു, പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു, രാഷ്ട്രീയ സംഘടനകൾ സ്ഥാപിച്ചു. എങ്കിലും അവർക്ക് വോട്ടവകാശം നൽകിയിരുന്നില്ല. ക്ലിയർ? വായിക്കാൻ ദി ഇഷ്യൂ ഓഫ് extending political right to women was the controversial one within the liberal movement, in which large numbers of women had participated actively over the years. വർഷങ്ങളായിട്ട് സ്ത്രീകൾ വളരെ ആക്റ്റീവ്ലി ഇതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. വുമൺ ഹാഡ് ഫോംഡ് ദെയർ ഓൺ പൊളിറ്റിക്കൽ അസോസിയേഷൻസ്, ഫൗണ്ടഡ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ടേക്കൺ പാർട്ട് ഇൻ പൊളിറ്റിക്കൽ മീറ്റിംഗ്സ് ആൻഡ് ഡെമോൺസ്ട്രേഷൻസ്. സ്ത്രീകൾ എന്ത് ചെയ്തിരുന്നു? അവർ സ്വന്തമായിട്ട് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു, രാഷ്ട്രീയ സംഘടനകൾ സ്ഥാപിച്ചു, പ്രകടനങ്ങളിൽ അവർ പങ്കെടുത്തു. എങ്കിലും അവർക്ക് എന്ത് ചെയ്തില്ല? വോട്ടവകാശം നൽകിയില്ല. ഇനി ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റിൻ്റെ പേജ് നമ്പർ 18 ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ആ ഇമേജിനെ നമുക്ക് കാണാം. അവിടെ സ്ത്രീകൾക്ക് അവരെന്ത് ചെയ്തു? വരാനുള്ള ഒരു പെർമിഷൻ കൊടുത്തു. പക്ഷെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഗാലറിയിൽ വെറുതെ നോക്കിയിരിക്കാനേ പറ്റിയുള്ളൂ. ഓക്കെ, ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റിൽ സ്ത്രീകൾക്ക് പ്രേക്ഷകരായിട്ട് മാത്രം ഗാലറിയിൽ ഇരിക്കുമ്പോൾ ഇരിക്കാനേ പറ്റിയുള്ളൂ. അതിൽ പങ്കെടുക്കാനുള്ള അനുമതി മാത്രം, അല്ലാതെ അതിനകത്ത് ഇൻവോൾവ് ആവാൻ അവർക്ക് പറ്റിയില്ല. ഓക്കെ, ഇതോടെ ലിബറൽസിൻ്റെ സ്വാതന്ത്ര്യവും സമത്വവും എന്ന ആശയം പുരുഷന്മാർക്ക് മാത്രമായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാണ്. ഓക്കെ, സോഴ്സ് സിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് നമ്പർ 17 സോഴ്സ് സി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പോൾ വെൽക്കറിൻ്റെ ഒരു ലിബറൽ രാഷ്ട്രീയക്കാരനാണ് പുള്ളിക്കാരൻ്റെ ഒരു സ്ത്രീകളുടെ സ്ഥാനം കുടുംബപരിധിയിൽ മാത്രം, പുരുഷൻ രക്ഷകനാണ് എന്നായിരുന്നു ഒപ്പീനിയൻ ആരുടെ പോൾ വെൽക്കറുടെ. എന്നാൽ ലൂയിസ് ഒഡോ പീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ആള് എന്ത് പറയുന്നു? സ്ത്രീ പ്രവർത്തകനാണ്. അദ്ദേഹം പറയുന്നത് സ്ത്രീകളും സ്വാതന്ത്ര്യത്തിനും സമരത്തിനും വേണ്ടി പോരാടണമെന്ന് പറഞ്ഞിരുന്നു. ഒരു പത്രത്തിലെ വായനക്കാരൻ്റെ കത്ത് 1850 സ്ത്രീകൾക്ക് വോട്ട് നിഷേധിക്കുന്നത് വലിയ അസംബന്ധമാണെന്നും അവർ വലിയ സംഭാവന ചെയ്യുന്നുണ്ടെന്നും അവരെ അവഗണിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു കത്താണ് കൊടുത്തിരിക്കുന്നത് അവിടെ. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് വായിക്കുക. നെക്സ്റ്റ് വൺ ലാസ്റ്റ് പാരഗ്രാഫ്, പേജ് നമ്പർ 18 ലാസ്റ്റ് പാരഗ്രാഫിൽ
1848 വിപ്ലവത്തിൻ്റെ ഫലമാണ് കൊടുത്തിരിക്കുന്നത്. 1848 വിപ്ലവം, നമുക്കറിയാം വിപ്ലവം അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഉണ്ടാവുന്നുണ്ടായിരുന്നു. ആ റെവല്യൂഷൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ഷൻ, അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, ലിബറൽസിൻ്റെ ശ്രമം എന്ത് ചെയ്തു, പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവരെ ഈ ഭൂവുടമകളൊക്കെ എന്ത് ചെയ്തു, അടിച്ചമർത്താണ്. രാജാക്കന്മാരും മൊണാർക്കിയും ഇതൊക്കെ എന്ത് ചെയ്തു, അവരുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തി. രാജാക്കന്മാരുടെയും സൈനികരുടെയും ഒക്കെ അധികാരം എന്ത് ചെയ്തു, നിലനിന്നു. എങ്കിലും 1848 വിപ്ലവം ജനാധിപത്യവും ദേശീയതയും മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വലിയ ചരിത്രപാഠമായിരുന്നു. പിന്നീട് 1850-കൾക്ക് ശേഷം രാജാക്കന്മാർക്ക് തന്നെ ഈ വിപ്ലവം അവിടെയും ഇവിടെയും ഒക്കെ പൊട്ടിപ്പുറപ്പെടുന്നത് കൊണ്ട് 1848 ശേഷം രാജാക്കന്മാർക്ക് പോലും പല പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടി വന്നു. കാരണം എന്താ, ഇനിയും ഇങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ എന്നും ഈ വിപ്ലവം തന്നെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഇവർ തന്നെ എന്ത് ചെയ്തു, കുറേ പരിഷ്കാരങ്ങൾ, കുറേ റിഫോംസുകൾ കൊണ്ടുവന്നു. അതിലൊന്നാമത്തേതായിരുന്നു ഹാബ്സ്ബർഗ് സാമ്രാജ്യത്തിൻ്റെ സെർഫ്ഡം എടുത്തു കളഞ്ഞു, ഹംഗറിയയ്ക്ക് സ്വയം ഭരണം നൽകി. ലാസ്റ്റ് പാരഗ്രാഫിൽ നോക്കിക്കോളൂ. Hence the year after 1848, the autocratic monarchies of Central and Eastern Europe began to introduce the changes that had already taken place in Western Europe before 1815. The serfdom and bonded labor were abolished both in the Habsburg dominion and in Russia. The Habsburg rulers granted more autonomy to the Hungarian in 1867. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇതിൻ്റെ മൊത്തം നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു, 1848 മധ്യവർഗക്കാരുടെ നേതൃത്വത്തിൽ യൂറോപ്പിൽ ലിബറൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. പ്രധാന ആവശ്യങ്ങൾ ഭരണഘടന, ദേശീയ ഐക്യം, സ്വാതന്ത്ര്യം, വോട്ടവകാശം. ഇനി എന്ത് ചെയ്തു, രണ്ടാമത്തേത് ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് രൂപീകരിച്ചു, അത് പരാജയപ്പെട്ടു. പിന്നെ സ്ത്രീകളുടെ ഇൻവോൾവ്മെൻറ്റ് നോക്കി. സ്ത്രീകൾ ഒരുപാട് പേര് ഇതിൽ പങ്കെടുത്തിരുന്നു, പക്ഷേ രാഷ്ട്രീയ അവകാശങ്ങളിൽ നിന്ന് അവർ പുറത്തായിരുന്നു. ദെൻ ലാസ്റ്റ് വൺ എന്താണ്, രാജാക്കന്മാർ ശക്തിയായി നിന്നെങ്കിലും വിപ്ലവം ജനാധിപത്യത്തിനും ദേശീയ പ്രസ്ഥാനങ്ങൾക്കും വഴിതെളിച്ചു. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ദ മേക്കിംഗ് ഓഫ് ജർമ്മനി ആൻഡ് ഇറ്റലിയാണ്. അത് നമുക്ക് പാർട്ട് 7 നോക്കാം. ഓക്കെ, താങ്ക് യു.